ഞാൻ നിങ്ങളുടെ കൈരളി TV പോലും കൊടുത്തില്ലെന്ന്, ഇങ്ങനെ കൈരളി TV പോലും കൊടുത്തില്ലെന്ന്. ഒരു ഭാഗത്തിന് വേണ്ടി നിരന്തര വാർത്തയിൽ നിന്നുള്ള പരാമർശം അത് ഒഴിവാക്കണം. അത് ഞാൻ പക്ഷെ അതുകൊണ്ട് ഈ ഒരു വാർത്തയുടെ പേരിൽ എല്ലാ കൈരളിക്ക് സമാനമല്ല. കൈരളി മച്ച് ബെറ്റർ. കൈരളി നിങ്ങളെ കൂട്ടുപിടിക്കരുത്. ഐ ആം ടെല്ലിങ് കൈരളി ഈസ് മച്ച് ബെറ്റർ. കാരണം അവർക്ക് പറയാം, ദേ ആർ റെപ്രസെന്റിങ് ആൻ ഐഡിയോളജി, റെപ്രസെന്റിങ് എ പാർട്ടി. അവര് പറയുന്നു, അറ്റാക്ക് ചെയ്യുന്ന പോലും അവർ പോലും ആ ധാർമ്മികതയും ആ ഒരു ഇത് നിലനിർത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാനത് ഐ എം നോട്ട് ഗോയിങ് ടു ലീവ് ഇറ്റ് ലൈക്ക് ദിസ്. ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. ഐ വിൽ ജസ്റ്റ് സെൻഡ് എ ഫോർമൽ നോട്ടീസ്, ലെറ്റ് മീ സീ ഹൗ ദ റെസ്പോണ്ട്. എങ്ങനെ അല്ല, ശിവകുട്ടിയുടെ കൊടുത്തോ? ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. ഞാൻ നിങ്ങളെക്കുറിച്ച് ഒരു കാര്യം പറയുമ്പോൾ വിത്തൗട്ട് എനി ബേസ് ഞാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? കൊടുത്തില്ല. നിങ്ങൾ യു ലുക്ക് അറ്റ് ദ സീക്വൻസ് ഓഫ് ന്യൂസ്. നിങ്ങൾ കൊടുക്കുന്ന ഓരോ ഈ ഒരു പൊളിറ്റിക്കൽ ന്യൂസിൻ്റെയും ലൈൻ ഓഫ് തിങ്കിങ് നോക്ക്. ഇറ്റ്സ് വെരി അപ്പാരന്റ് ആൻഡ് ക്ലിയർ. ഇറ്റ്സ് വെരി അപ്പാരന്റ്, വൺ സൈഡഡ്. യു ആർ ആക്ടിങ് ഫോർ സംബഡീസ് ഇൻട്രസ്റ്റ്, നോ ഡൗട്ട്. ഞങ്ങൾക്ക് പറയാൻ ഒരു മടിയില്ല. റിപ്പോർട്ടർ ചാനൽ ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ മറ്റാർക്കോ വേണ്ടി നിങ്ങൾ പണിയെടുക്കുകയാണ്. ഒരു ന്യൂസിലൊക്കെ ഒരു ഫെയർനെസ് ഇല്ലേ? ഈവൻ വീക്ഷണവും ജയ്ഹിന്ദും ചെയ്യുന്നതിന് പോലും അവരൊരു ഫെയർനെസ്സിനൊരു ഔട്ടർ ലൈൻ വരയ്ക്കും. യു ആർ നോട്ട് ഡൂയിങ് ദാറ്റ്. ഇത് ആരും മണ്ടന്മാരും പൊട്ടന്മാരും അല്ലല്ലോ. റിപ്പോർട്ടർ ചാനൽ ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നതെന്ന് ആർക്കാണ് മനസ്സിലാവാത്തത്? Whether you are paid or not, I don't know. What interest lead you, I don't know. One of your, നിങ്ങളുടെ ആങ്കർ landed in CPM, right? ഇപ്പോൾ പുള്ളി ജില്ലാ കമ്മിറ്റി മെമ്പർ അന്തപള്ളി. Now he is in the streets. If someone of you want to go there, go and join. അതല്ല എൻ്റെ രീതി. രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആരാണ് തടസ്സം നിൽക്കുന്നത്? അങ്ങനെ എന്തിനാണ് ഈ മേലം കഴിഞ്ഞ് ചെയ്യുന്നത്? ബാക്കിയുള്ളവരൊക്കെ ഇല്ല ഇതിൻ്റെ അകത്ത്. മാധ്യമം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ എത്രയോ പ്രധാനപ്പെട്ട ഒരു സ്പിയറും സ്പേസുമാണ്. അറ്റ്ലീസ്റ്റ് യു ഷുഡ് റെസ്പെക്ട് ദാറ്റ്. രാഷ്ട്രീയം നടത്താൻ ഞാൻ കുഴപ്പമില്ല. ടുമോറോ യു ക്യാൻ ഓൾസോ ജോയിൻ, ബട്ട് ദിസ് ഷുഡ് നോട്ട് ബി ദ വേ. അതേ ഞാൻ പറയുന്നു. അടച്ചല്ല ആക്ഷേപിക്കുന്നത്. യു ടെൽ മീ. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ പറയണം. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ പറയണം. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ പറയണം ഈ വാർത്ത. അല്ല, ഞാൻ ചോദിക്കട്ടെ. അല്ല, ഒരു കാര്യം പറയണം. അല്ലെങ്കിൽ പറയണം. ഞാൻ അല്ല, ലെറ്റ് മീ സേ. അതുകൊണ്ട് നിങ്ങൾ കണ്ട വാർത്ത നിങ്ങൾ പ്രതികരിക്കുന്ന പാർട്ടിക്കെതിരെയാണെങ്കിൽ മറ്റു പാർട്ടികൾക്ക് വാർത്ത കൊടുക്കുന്നില്ല. ഏതെങ്കിലും ഒരു സൈഡായിട്ട് പ്രവർത്തിക്കുന്നത് ഒരു ചാനൽ ആക്ഷേപിക്കുന്നത്. അല്ല, നിങ്ങളൊരു ഓഡിറ്റ് നടത്തി നോക്കിയോന്നു. നിങ്ങൾ കൊടുക്കുന്ന വാർത്തകളുടെ സത്യസന്ധത നിങ്ങളൊന്ന് ഓഡിറ്റ് ചെയ്ത് നോക്കിയോ? എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്? ദാറ്റ്സ് വാട്ട് വി ഫീൽ. ഞങ്ങൾക്ക് മനസ്സിലാവുന്നു, ഞങ്ങൾക്ക് കാണും. പൊതുജനം മണ്ടന്മാരല്ലല്ലോ. പൊതുജനം മണ്ടന്മാരല്ലത്. കാണുന്നവർക്ക് അറിയാൻ പാടില്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഇന്ന് നിങ്ങളുടെ ആങ്കർ പറഞ്ഞത് ഈ പോലീസിൽ അദ്ദേഹം മൊഴി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഡു യു സ്റ്റിക്ക് ടു ദാറ്റ്? പറയുന്നുണ്ടോ? പോലീസിൽ മൊഴി ഉണ്ടെന്ന് റിപ്പോർട്ടർ ചാനൽ ഉറപ്പിച്ച് പറയാം. എനിക്കെതിരെ മൊഴി അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. സത്യം അവിടെ നിൽക്കട്ടെ. ഇന്നത്തെ ഈ ദിവസം, നാളെ കൊടുപ്പിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ സമയത്ത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ എനിക്കെതിരെ അനന്തു മൊഴി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ റിപ്പോർട്ട് അരുണോട് ആ സമയത്ത് ചോദിച്ചു, ആർ യു ഷുവർ? നിങ്ങൾ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞ വാക്ക് സ്വാഭാവികമാണ്, ഞങ്ങളുടെ റിപ്പോർട്ടറെ വെരിഫൈ ചെയ്യുന്നതാണ്. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, റിപ്പോർട്ടർ ചാനൽ അത് ഓൺ ചെയ്യുന്നുണ്ടോ? പോലീസിൽ എനിക്കെതിരെ മൊഴിയുണ്ട് എന്ന് അസെപ്റ്റ് ചെയ്ത് പറയാൻ പറ്റുമോ? അതല്ലാതെ അങ്ങനെ വാർത്ത കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് താല്പര്യം ഞാൻ പറയണം? അല്ല, ഞാൻ ആ റിപ്പോർട്ടർ പറഞ്ഞ നിങ്ങളുടെ റിപ്പോർട്ടർ കണ്ടോന്ന് ഞാൻ ചോദിച്ചു. ഞാൻ അങ്ങനെ പറയരുത് റോഷി, അങ്ങനെ പറയരുത്. ഇറ്റ്സ് നോട്ട് ജോക്ക്.
This is my hard work of almost 2.5 decades. You can take it, you cannot take it for granted. ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല, 25 വർഷത്തെ കഠിനാധ്വാനമാണ്. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം മുടക്കി പൊളിറ്റിക്സ് നിൽക്കുന്ന ആളാണ്. ഐ ഹാവൻ ടേക്കൻ എ സിംഗിൾ പെന്നി. നിങ്ങൾക്ക് ഒരു ദിവസത്തെ വാർത്ത, ഒരു ദിവസത്തെ ബ്രേക്കിംഗ്, അതിനുവേണ്ടി നിങ്ങളുടെ ഏത് റിപ്പോർട്ടറാണ് എന്താ? ദാറ്റ്സ് വൈ ഐ എം ക്വസ്റ്റനിങ് യു ആസ് എ ചാനൽ. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പറയാൻ? മൊഴിയുണ്ടെന്ന്? നിങ്ങളുടെ ഏത് റിപ്പോർട്ടർ ആരറിയും? ഏത് റിപ്പോർട്ടർക്ക് എന്തും പറയാലോ. അതുകൊണ്ടാണ് ഇത്ര ഹാർഷായിട്ട് പറയുന്നത്. നിങ്ങളുടെ ഇൻറ്റഗ്രിറ്റി ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വേദന തോന്നിയത്? യുവർ ഇൻറ്റഗ്രിറ്റി ഈസ് ബീൻ ചാലഞ്ച്ഡ്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ വൈ ആർ ഗെറ്റിംഗ് അനോയ്ഡ്? എന്തുകൊണ്ടാണ് റോഷൻ സാറിന് ചോദിക്കാറില്ലല്ലോ? എത്രയോ പെട്ടെന്ന് നമ്മൾ അങ്ങോട്ടും കൂടി ഇരുന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ കൈരളി ടി വി പോലും കൊടുത്തില്ലെന്ന്, ഇങ്ങനെ കൈരളി ടി വി പോലും കൊടുത്തില്ലെന്നോ? ഒരു ഭാഗത്തിന് വേണ്ടി നിരന്തരം വാർത്ത എഴുതുന്ന പരാമർശം അത് ഒഴിവാക്കണം. അത് പക്ഷെ അതുകൊണ്ട് ഈ ഒരു വാർത്തയുടെ പേരിൽ എല്ലാ രംഗവും ഒരു സൈഡിലായി ചെയ്തു, കൈരളിക്ക് സമാനമായി ചെയ്തു. കൈരളിക്ക് സമാനമല്ല, കൈരളി മച്ച് ബെറ്റർ. കൈരളി നിങ്ങളെ കൂട്ടുപിടിക്കരുത്. ഐ ആം ടെല്ലിങ് കൈരളി ഈസ് മച്ച് ബെറ്റർ. കാരണം അവർക്ക് പറയാം, ദേ ആർ റെപ്രസെന്റിങ് ആൻ ഐഡിയോളജി, റെപ്രസെന്റിങ് എ പാർട്ടി. അവർ പറയുന്നു, അറ്റാക്ക് ചെയ്യുന്നത് പോലെ അവർ പോലും ആ ധാർമ്മികതയും ആ ഒരു ഇതും നിലനിർത്തുന്നുണ്ട്. റിപ്പോർട്ടർ വെൻ യു രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ? നിങ്ങളൊരു കാര്യം ഫെയർ ആയിട്ട് ഇന്ന് പോയിട്ട് നിങ്ങൾ ചെയ്ത പൊളിറ്റിക്കൽ സ്റ്റോറീസിൻ്റെ ഒരു ട്രൂത്തും അതിൻ്റെ ഒരു ആംഗിളും അതിൻ്റെ ഒരു അത് എങ്ങോട്ടാണ് മൊനാന്നും നിങ്ങൾ പരിശോധിച്ച് നോക്കാം. ഒരു നിങ്ങളൊന്നും മനഃപൂർവ്വം അതിന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ടാവില്ല. ബട്ട് ഓവറോൾ യു ഡു ആൻ ഓഡിറ്റിംഗ്.